ഞാൻ വന്നു കഴിഞ്ഞ് കാണാൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അതെനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട്. "നീ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഷോ കാണാൻ തുടങ്ങിയത്." കാരണം അവർ അതേ ചിന്താഗതിയുള്ള ഒരാൾ വന്നു. ഉം. അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ മനസ്സിലായി ഞാൻ തേർഡ് റണ്ണറപ്പായി. ഉം. എങ്ങനെ തേർഡ് റണ്ണറപ്പ് ആയി? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പല കണ്ടന്റും ഇല്ല. ഉം. ഈ പല കണ്ടന്റും ഇല്ലാതെ ഞാൻ കുറച്ച് ടിക്കറ്റ് ഫിനാലെ ജയിക്കുന്നു, കോമ്പറ്റീഷൻസ് ജയിക്കുന്നു. അതെ. പല എൻ്റെ ചെറിയ ചെറിയ കണ്ടന്റ്സ് ഒന്നും വരാതെ ഞാൻ ചില ടിക്കറ്റ് ഫിലിം ഡയറക്റ്റ് ഫസ്റ്റ് കിട്ടിയത് ഫസ്റ്റ് അബിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് കിട്ടി വന്നു എന്നുള്ളതിൽ ബാക്കി ഇവർ സപ്പോർട്ട് ചെയ്യാൻ എന്തായിരുന്നു ഉള്ളത്? അമ്മയുടെ ലെറ്റർ ഇതൊക്കെ അല്ലാതെ വേറെ എന്താണ് ഞാൻ ഇൻപുട്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എപ്പിസോഡിൽ അതൊന്നും ഇല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് വൈറ്റ് കാർഡിൽ വന്നിട്ടാണ് അതാണ് finalist. വേറെ അതാണ് കാര്യം. മെയിൻ സംഭവം. ജനങ്ങൾ അതുവരെ എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം മറ്റേത് ആദ്യം കിട്ടുന്നവർക്ക് ഒരു പ്രിവിലേജ് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുമ്പോഴും വൈറ്റ് കാർഡ് വന്നിട്ട് അത്രയും നിന്നത് വേറെ ആളില്ല. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ലാംഗ്വേജിൽ വിന്നർ വരെ ഉണ്ടെങ്കിലും അതെ അതെ മലയാളത്തിൽ അത് അത്രത്തോളം പരിചിതമല്ല. അല്ല അപ്പോൾ ആ രീതിയിൽ കിട്ടുന്നതിന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരു വിന്നർ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഭയങ്കര സങ്കടത്തോടെ എനിക്ക് ഇന്നലെയും കൂടെ ഞാൻ ഒരു മെസ്സേജ് ഇന്നലെ എങ്ങോട്ട് ഓപ്പൺ ആവുന്നത് ബർത്ത്ഡേ വിഷു വന്നപ്പോൾ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ചേട്ടൻ വിന്നർ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ആ ഇഷ്ടമാണ് എന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ഇഷ്ടം ഇപ്പോൾ അടുത്ത സീസൺ വരുമ്പോൾ അത് കമ്പയർ ആവുക. ഇപ്പോൾ ലക്ഷ്മിയുടെ അത് വന്നപ്പോഴത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേര് അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനി എങ്ങനെ ആവും എന്ന് എനിക്കറിയത്തില്ല.